33-ാമത്തെ സങ്കീർത്തനത്തിൽ സൃഷ്ടാവും പരിപാലകനുമാണ് ദൈവമെന്നാണ് പറയുന്നത്. നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുക. അവിടെ നമുക്ക് സമാധാനവും ശാന്തിയും കഴിയും. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. സ്തോത്രം ആലപിക്കുന്നത് നീതിമാർക്ക് യുക്തമാണല്ലോ. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുക. കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ. 10 കമ്പിയുള്ള വീണ മീട്ടി അവിടുത്തെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. അപ്പോൾ ദാവീദ് കിന്നരം മീട്ടിക്കൊണ്ട് 10 കമ്പിയുള്ള വീണ മീട്ടിക്കൊണ്ടാണ് ദൈവത്തെ സ്തുതിച്ചിരുന്നത്. ഈ കീർത്തനങ്ങളെല്ലാം ദൈവസ്തുതിപ്പുകളാണ്. കർത്താവിന് പുതിയ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഉച്ചത്തിൽ ആർപ്പുവിളികളോടുകൂടി വിദഗ്ധമായി തന്ത്രി മീട്ടുവിൻ. കർത്താവിൻ്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. അപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി വിശ്വസനീയമാണ്. വീണകൾ മീട്ടിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ നന്മ കൊണ്ടാണ് നീതിയും ന്യായവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു. അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങൾ. അവിടുന്ന് സമുദ്രജലത്തെ ഒരുമിച്ച് കൂട്ടി. ആഴങ്ങളെ അവിടുന്ന് കലവറകളിൽ സംഭരിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് സർവ്വതും. ആ സൃഷ്ടിയിൽ മനുഷ്യനും ഒരു സൃഷ്ടിയാണ്. അതിൽ ദൈവസൃഷ്ടിയിൽ ആനന്ദിക്കേണ്ടവരാണ് ഓരോരുത്തരുമെന്നാണ് കർത്താവ് പറയുന്നത്. ഭൂമി മുഴുവൻ കർത്താവിനെ ഭയപ്പെടട്ടെ. ഭൂവാസികൾ അവിടുത്തെ മുമ്പിൽ ഭയത്തോടെ നിൽക്കട്ടെ. അവിടുന്ന് അരുളി ചെയ്യുന്നു, ലോകമുണ്ടായി. അവിടുന്ന് കൽപ്പിച്ചു, അത് സ്ഥാപിതമായി. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് ലോകമുണ്ടായത്. അതിലെ വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്. അവിടുത്തെ ചിന്തകൾ തലമുറ തോറും നിലനിർത്തുന്നു. കർത്താവ് ദൈവവുമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളവരാണ്. അപ്പോൾ ഇസ്രായേൽ സമൂഹം തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു. അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. തൻ്റെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് ഭൂവാസികളെ വീക്ഷിക്കുന്നു. അപ്പോൾ ഭൂമിയിലുള്ള എല്ലാവരെയും ദൈവം വീക്ഷിക്കുന്നുണ്ട്, പരിപാലിക്കുന്നുണ്ട്. സൃഷ്ടിച്ച് പരിപാലിച്ച് അതിൽ ആനന്ദം കൊള്ളുന്ന ദൈവമാണ് നമുക്കുള്ളത്. അവിടുത്തെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നു. സൈന്യബാഹുല്യം കൊണ്ട് മാത്രം രാജാവ് രക്ഷനേടുന്നില്ല. കരുത്തുള്ള യോദ്ധാക്കൾ കൊണ്ട് യോദ്ധാവ് മോചിതനാകുന്നില്ല. കരുത്തുകൊണ്ട് മാത്രം യോദ്ധാവ് മോചിതനാകുകയില്ല. അപ്പോൾ ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് മക്കളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ സമാധാനവും ശാന്തി ഇവർക്ക് ഓരോരുത്തർക്കും നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.